ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ്. കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു അത് ചെയ്തൂടെ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും അതാവട്ടെ ഇന്നത്തെ വീഡിയോ എന്ന്. ഫുള്ളൊന്നും കാണിക്കണില്ല കേട്ടോ, കുറച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ അപ്പോൾ എൻ്റെ ഡേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണണ്ടേ? എല്ലാവരും പോന്നോളൂ. ഇന്നത്തെ ഡേ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വരും, എല്ലാവരും പോന്നോളൂ എന്നോടൊപ്പം. നമുക്ക് കാണാൻ പോകാം. അതിലാണ് വയ്ക്കുന്നത് നമ്മൾ ചക്കക്കുരു, ബാക്കി എല്ലാ പച്ചക്കറികളും ഇങ്ങനെ കഴുകി വാരി. ഈ അവയിൽ 2-3 തരത്തിൽ വട്ടം വയ്ക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് അതിൽ വാട്ടിയും വയ്ക്കാം, അല്ലാതെ ഇങ്ങനെ കഷ്ണം വേവിച്ചും വയ്ക്കാം. ചക്കക്കുരുവൊക്കെ ഉള്ളതുകൊണ്ട് കഷ്ണം ഒന്ന് വേവിച്ച് വയ്ക്കാം കേട്ടോ. വേവാൻ അടുപ്പി വെച്ചു. ഇനി നമുക്ക് അടച്ചിടാം. കുറച്ചൊന്ന് തിളച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിടാം. പൊട്ട്, അരപ്പൊട്ട്, കുറച്ച് പറഞ്ഞേ അവിയൽ വെന്തിട്ടുണ്ട്. നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മളിനി ഒരു സാധനം കൂടെ ഒഴിക്കണം കേട്ടോ. നല്ല കട്ട തൈരിച്ചിട്ട് വയ്ക്കണേ. പുളി കുറഞ്ഞ തൈര്, പിന്നെ വെളിച്ചെണ്ണ, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി എടുക്കുമ്പോൾ അടിപൊളി സൂപ്പർ അവിയലാണ്. നമുക്ക് ചോറ് ഇട്ടി കൊടുക്കാം. ഇച്ചിരി മീനും രസം, ഇതിരിച്ചിരി മാങ്ങ കറിക്കാം. ഓക്കേ, കാർത്തിക് കണ്ട സാൻഡ്വിച്ചാണ് കേട്ടോ. ഇതെല്ലാം ഏറ്റവും വെച്ചിട്ടുണ്ട്. വെജ് സാൻഡ്വിച്ചാണ് കാർത്തിക് കൊടുക്കുന്നത്. നമുക്ക് ദോശ. കാർത്തിക് കുട്ടൻ്റെ സ്കൂളിൽ ഇപ്പോൾ വരുന്നിരിക്കുകയാണ്. അവന് എക്സാമാണ്. അപ്പോൾ രാവിലത്തെ എൻ്റെ ജോലി തിരക്കിൻ്റെ കൂട്ടിൽ ഇതും ഉൾപ്പെടും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോകാനായിട്ട്. എക്സാം ആയതുകൊണ്ട് ഇച്ചിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് അവൻ കേട്ടോ. അങ്ങനെ രാവിലെ ചേട്ടനും മോനും ഒക്കെ പോയി കഴിഞ്ഞ് അടുത്ത തുണി കഴുകാനിറങ്ങി. ഒത്തിരി തുണികളുണ്ട് കഴുകാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോള് കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അവളുള്ളപ്പോൾ എന്താണെന്നറിയോ, അവളവിടെ അതൊക്കെ പറഞ്ഞും സ്ഥലങ്ങളിലൊക്കെ പോയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ബാക്കി തുണി കഴുകലും അതും ഇതുമെല്ലാം അങ്ങനെയുള്ള എല്ലാം മാറ്റി വയ്ക്കും. അപ്പോൾ ഇനി രാവിലത്തെ അടുത്ത പണി എനിക്ക് തുണി കഴുകൽ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ടും ജസ്റ്റെങ്കിലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു ദിവസം നല്ല കാറ്റ് കേട്ടോ, കടപ്പുറത്തെ കാറ്റ് പോലെ. നല്ല തുണികളും താഴെ പോകുന്ന തോന്നുന്നത്. ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് നല്ല നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. നമുക്കിന്ന് ഇതുണ്ടോ, പുളിഞ്ചി മരം കണ്ടോ, പുളിഞ്ചി. എന്താ അവിടെ എന്താ വേറെന്താ പേര് പറയലെന്നെ, ഇരുമ്പമ്പുളി അല്ലേ? അതാ ഒത്തിരി പോണ്ടത്. ഇത് നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് കണ്ടോ, എൻ്റെ അമ്മയുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. എൻ്റെ വീട് ഈ വീട് ചേർന്ന് എൻ്റെ അമ്മയുടെ വീടാണ് നിൽക്കുന്നത്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പുളിഞ്ചിയും കൂടെ പറിച്ചിട്ട് പോകാം.
കണ്ട ഇലയുടെ ഇടയിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് പല കലാനിപ്പുണ്ട്. ഇത് അമ്മയുടെ പുളിഞ്ചിയാണെങ്കിൽ ഗൈസ് വിട്ടു. പാത്രം കഴുകാനുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ കഴുകി തൂത്തൊക്കെ വരാനുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം കേട്ടോ. അപ്പം നമുക്ക് ദോശ കഴിക്കാം. ദോശയും കണ്ടോ കാർത്തിയുടെ ഒരു സാൻഡ്വിച്ചും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ദോശയുടെ കറി എന്താണെന്നറിയോ? മുളക് പൊടിയിൽ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഉപ്പും കൂടി ഒഴിച്ചാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി ജോലി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്ന് ഇതാണ് കഴിക്കാൻ പോണത്. എല്ലാവരും കഴിച്ചായിരുന്നോ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചോ? ഇച്ചിരി എരിയും, പക്ഷെ നമ്മൾ ദോശ എത്ര എണ്ണം തിന്നണമെന്ന് അറിയില്ല കേട്ടോ. ഈ കറി എളുപ്പമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇതാ കറി എന്നൊക്കെ തോന്നുമെങ്കിലും ഒത്തിരി ദോശ തിന്നാൻ പറ്റും ഇതാണെങ്കിൽ. നമുക്കൊന്നും ബർക്കാരത്ത് നോക്കാം. കാർത്തിക നല്ല ഫില്ലിങ് ഉണ്ട് കേട്ടോ. ഇതോ ഉണ്ടോ മൊത്തം വെച്ച കഴിച്ചിട്ടാണ് ഇനി പോകാനായിട്ട്. അപ്പോൾ പോവാം. ഇത് കണ്ട കാർത്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അവൻ സെറ്റ് ചെയ്ത് കിടത്തി ഉറക്കിയിട്ടാണ് പോകണം കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് യാത്ര ആവാം. എല്ലാവരും വായോ, നമുക്ക് പോയിട്ട് വരാം. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്താ റോഡായി. കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പ് വരെ പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ബസ് കയറട്ടെ കേട്ടോ. ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒന്നിറങ്ങി. ആ പൈസ മുടക്കാതെ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഗുളികകളുണ്ട്. അത് തീർന്നു പോയി, നാളമത്തേക്കില്ല. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ നിന്നാണ് വാങ്ങിക്കണം. അതാ ഈ വരണം കേട്ടോ.
അപ്പോൾ ഞാനിതാ ഇവിടെ എൻ്റെ ചേച്ചിയുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ ഷോപ്പ് എന്ന് പറയുമ്പം തിരുവനന്തപുരം പഴവങ്ങാടി ഞാനൊരു പഴവങ്ങാടി രാമചന്ദ്രൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ ഷോപ്പിലെത്തി. ഇനി ഉച്ച ഭക്ഷണം ഇന്ന് ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കാൻ പോണത്. ചേച്ചി എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോണത്. നിങ്ങൾക്ക് കാണിച്ചു തരാമേ അത്. അപ്പോൾ കഴിക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക്. എന്താ കൊണ്ടുവന്നതെന്നറിയോ ചേച്ചി? കാണിച്ചു തരാമേ. എന്താ കണ്ട, പച്ചമുളകും ഉള്ളിയും എല്ലാം അരിഞ്ഞിട്ട പഴങ്കഞ്ഞി, സൂപ്പർ പഴങ്കഞ്ഞി, തൈര്, തീയൽ, പിന്നെ ചേച്ചിയുടെ തന്നെ വീട്ടിൽ നിന്ന് എടുത്ത നെല്ലിക്ക അച്ചാറിട്ടതാണ്. അപ്പം കുടിക്കാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നോ? ഞങ്ങൾ കഴിക്കാൻ പോണേ. പിന്നെ എരിയോ മണമുള്ള ഓണമാണ് കണ്ടത്. കണ്ടോ ഇതിങ്ങനെ ഞാൻ കഴിക്കും. കുറേ നാളായി പഴങ്കഞ്ഞി കുടിച്ചിട്ട് മൂക്കൊക്കെ സൗണ്ട് വല്ലാതിരിക്കുകയാണ്. ഇനി എന്താവണമെന്ന് പറഞ്ഞോടെ എന്തായാലും കുടിക്കണം. ഓക്കെ ഗൈഡ്സ്, പഴങ്കഞ്ഞി അത് പ്രത്യേക തരം അല്ലേ. ഞങ്ങൾ ചേച്ചി ഞാനും കൂടെ ഇരുന്ന് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. കണ്ടോ, ചെറിയ ചട്ടിയിൽ കാച്ച, നമ്മൾ ചട്ടിയിൽ കാച്ചത് നെല്ലിക്ക നമ്മുടെ വീട്ടിൽ തന്നെ കാച്ചെന്ന് പറഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത തന്നെ അല്ലേ. അതിന് കൊള്ളാമെങ്കിലും കൊള്ളില്ല, പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. അല്ല, അതിൽ വേറെ ഒന്നും ചെയ്തില്ലല്ലോ, വെള്ളമൊന്നും ഇട്ടിട്ടില്ലല്ലോ, വെള്ളം മാത്രമേ ഒഴിക്കുള്ളൂ. കഞ്ഞി കുടിക്കട്ടെ ഞാൻ. ഡാൻസ് ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസാണ്, പ്രോഗ്രാമല്ല, പ്രാക്ടീസ്. അടുത്ത് കിടക്കോട്ടെ. ക്ലാസ്സിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. ടീച്ചറിൻ്റെ വീടെത്താറായി. ടീച്ചറിൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രാക്ടീസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി. ഡാൻസും കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഗണപതി അമ്പലത്തിലെ ആ ഒരു ദൃശ്യം കണ്ടത്. ഒരു ഭക്തൻ ഗണപതിയുടെ പടം വെറും ചോക്കും കരി കഷ്ണവും കൊണ്ട് വരച്ചത്. ഞാനതെനിക്ക് ഇട്ട് തരണം. അപ്പോൾ ഇനി ഇവിടെ ഞാൻ വീടെത്തുന്നതോടുകൂടി എൻ്റെ ഇന്നത്തെ പ്രൊട്ടക്ഷൻ തീർന്നു കേട്ടോ. ബസ് യാത്രയ്ക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ കയറാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ദിവസം ഇവിടെ പൂർണ്ണമായി. ഞാൻ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വന്നു. പിന്നെ അടുത്ത ഭയങ്കര നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇച്ചിരി കട്ടൻ കുടിക്കുകയാണ്. കട്ടൻ കൂടെ കുടിച്ച് ഉണ്ണിയപ്പം കഴിക്കാം കേട്ടോ. നല്ല ഉണ്ണിയപ്പം. ഇത് നമ്മൾ കായംകുളത്ത് ചേച്ചിയിലൂടെ പോയപ്പം അവിടുത്തെ ഒരു ബേക്കറി വാങ്ങിയതാണ് കേട്ടോ. ചേച്ചിയുടെ മോള് വാങ്ങിക്കൊണ്ട് തന്നതാണ്. നല്ല ടേസ്റ്റുണ്ട്. നമ്മളൊക്കെ ഇടാത്ത ഒരു വെറൈറ്റി ഐറ്റം കിടപ്പുണ്ട്. കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മൾക്കാണെങ്കിൽ തേങ്ങ കൊത്തോ വറുത്തിടുക അങ്ങനെയൊക്കെ ഉണ്ട്. എള്ള് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതും കഴിച്ച് കട്ടനും കുടിക്കുന്നതോടുകൂടി ഇന്നത്തെ നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി എല്ലാവരും അത്താഴം കഴിച്ച് കിടന്നുണ്ടെങ്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.